എങ്ങനെ പെണ്ണ് സമ്പാദിച്ച് കുടുംബം പുലർത്തുന്നത് വളരെ വിരളമാണ്. ഡെപ്റ്റിക്ക് പോലുള്ള നെയിം പോളിഷ് പോലുള്ള സ്ത്രീകൾ ഇന്ന് മദ്യപിക്കുന്നില്ലയോ? രണ്ടെണ്ണം അടിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയൊരു ഒരു ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഒരുപക്ഷെ പോലീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതിനെ തരണം ചെയ്യണം എന്നുള്ളത് കണ്ടിട്ടാണ് ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിനായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഞങ്ങളെയൊക്കെ ഞെട്ടിക്കുകയാണ്. അദ്ദേഹത്തോട് ഒരു വലിയൊരു ആദരവ് തോന്നുകയാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ കൂടും. ഞങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം ഇവിടെ പ്ലക്കാർഡിൽ കാണിച്ചുകൊണ്ട് കമ്മിറ്റി അംഗങ്ങൾ മാത്രം മറ്റുള്ളവരെല്ലാവരെയും നമ്മൾ മാറ്റി നിർത്തിയിട്ട് പ്ലക്കാർഡുകളും മാറ്റിവെച്ചിട്ട് നമുക്ക് ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ വെച്ച് ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ ഈ പ്രിയദർശിനി ബസ് തടഞ്ഞ് ഫ്രീ ടിക്കറ്റിൽ ഞങ്ങൾ പോകും, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അത് ഒഴിവാക്കി ഞങ്ങൾ കൈ കാണിച്ച് മാന്യമായിട്ട് നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നു ആ രീതിയിൽ നമ്മൾ കൈ കാണിച്ച് യാത്ര ചെയ്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യും. അതാണ് സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കയ്യബദ്ധം, ഒരു നാക്ക് പിഴവുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ആ കാശ് വീട്ടിലെത്തില്ല എന്നൊരു പ്രസ്താവന. അത് ഖേദകരമാണ്. ഇവിടുത്തെ പുരുഷന്മാർ പണി ചെയ്ത് പുരുഷന്മാരാണ് ഭാര്യയും മക്കളെയും പൊന്നുപോലെ നോക്കുന്നത്. അവർ മദ്യപിക്കുന്നു എങ്കിൽ പകലന്തിയോളം പണിയെടുത്ത് നടുവൊടിയുന്നവർ ഒന്ന് ഉറങ്ങുവാൻ വേണ്ടിയിട്ട് ഒരു രണ്ടെണ്ണം അടിക്കുന്നതിൽ തെറ്റില്ല. അത് എല്ലാവരുമല്ല. സ്ത്രീകൾ ഇന്ന് മദ്യപിക്കുന്നില്ലയോ? ഒത്തിരി സ്ത്രീകൾ മദ്യപിക്കുന്നുണ്ട്. ഒത്തിരി സ്ത്രീകൾ മദ്യപിച്ചിട്ട് റോഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ രണ്ടുപേരും ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ കയ്യിൽ കൊടുത്താൽ ഈ കാശ് കറക്റ്റാ വീട്ടിൽ പോകുമെന്ന് പറയുന്നത് തെറ്റാണ്. അവർ നേരെ ഇത് ഒന്നുകിൽ അവരും മദ്യത്തിനോ മയക്കുമരുന്നിനോ അവരും ഉപയോഗിക്കും, അല്ല എങ്കിൽ ഡെപ്റ്റിക്ക് പോലുള്ള നെയിം പോളിഷ് പോലുള്ള ആഭരണങ്ങൾ പോലുള്ള കാര്യങ്ങളിലോട്ട് ആ കാശ് പോകും. അല്ലാതെ ഒരിക്കലും പെണ്ണ് സമ്പാദിച്ച് കുടുംബം പുലർത്തുന്നത് വളരെ വിരളമാണ്. ഇതൊരുപക്ഷെ മുഖ്യമന്ത്രിക്ക് അറിയാൻ പാടില്ലാത്തുണ്ടായി. അത് തെറ്റായിട്ടുള്ള 2026 താങ്കൾ ഇങ്ങനെ ഒരു വിഡ്ഢിത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിഡ്ഢിത്തമാണ് പറയുന്നതെങ്കിൽ ഓരോ വീടായിട്ട് നമുക്ക് പരിശോധിക്കാം. കാരണം താങ്കളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സ്ത്രീ എന്ന് ഞാൻ ജോലി ചെയ്യണം. അപ്പൊ താങ്കൾ പറയണു വളരെ അതിവിടെ പ്രസക്തമല്ല. പ്രസക്തമാണ്. ഞാൻ പറഞ്ഞത് ഭാര്യയും മക്കളുമുള്ള പുരുഷന്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഭാര്യയും മക്കളുമുള്ള സിംഗിൾ ആയിട്ടുള്ളതല്ല. സ്ത്രീയുടെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അല്ല ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതാ ഭാര്യയും മക്കളും എന്ന് പറയുമ്പോൾ കുടുംബനാഥന്റെ കാര്യമാണ്. അവിടെ സ്ത്രീകൾ പറയട്ടെ, കുടുംബനാഥ എന്ന് പറഞ്ഞാൽ മാത്രമേ പൂർണ്ണത വരുന്നുള്ളൂ. താങ്കളെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്, യുവതിയാണ്. ഞാൻ ചോദിക്കുന്നത് ആ കുടുംബനാഥ ചെലവാക്കുന്നില്ല എന്നാണ് പറയുന്നത്. കുടുംബനാഥ ചെലവാക്കുന്നു എങ്കിൽ ആദ്യം വിവാഹം കഴിക്കണം, അതിൽ കുഞ്ഞുങ്ങളുണ്ടാവണം. ആ കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ച് ഭർത്താവിനും എന്തെങ്കിലും രീതിയിൽ ഒരു ഇളവുണ്ടാകുമ്പോൾ പണ്ട് മുതൽ ഈ നിമിഷം വരെ രണ്ടുപേര് തമ്മിൽ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോയി നോക്കുന്നത് ആദ്യം ഈ സ്ത്രീകളാണ്. പുരുഷന്മാരുടെ കൈ ഒഴിയാണ്. പുരുഷന്മാരെ കൊടുക്കുന്നില്ല, കോടതികൾ കൊടുക്കുന്നില്ല, പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല. ആ സ്ത്രീയോടാണ് പറയുന്നത് താങ്കളുടെ ചിന്താഗതി തെറ്റാണ്. എങ്ങനെ